ഗുഡ് മോർണിംഗ്. റെഡിയായാ? റെഡിയായി. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഉണ്ണിയപ്പം ഒന്നുകൂടി ഉണ്ടാക്കാറ്. കാര്യം അന്ന് ഉണ്ടാക്കിയപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, പക്ഷെ അത് ഇത്തിരി കഴിഞ്ഞു പോയല്ല. അപ്പൊ ഞാൻ മാളിന് കൊടുത്തു, മിഥിലയ്ക്ക് കൊടുത്തു. മാള് നല്ല ഇഷ്ടമായി മിഥിലയുടെ ഹസ്ബൻഡും കൊണ്ടായിരുന്നു. രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പുള്ളിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. പിന്നെ നമ്മുടെ ധന്യക്ക് കൊടുത്തില്ല, കൊടുക്കാൻ ഉണ്ടായില്ല, കുറച്ചല്ലേ ഉണ്ടായുള്ളൂ. അപ്പൊ ഞാനൊക്കെ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഷീവയ്ക്കും പഠിക്കാൻ പറ്റുമല്ലോ, ഷീവയ്ക്കും ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഈ ഷാൻജിയോ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഇതുണ്ടല്ലോ യൂട്യൂബ്, പുള്ളിയുടെ യൂട്യൂബ് നോക്കിയാൽ പുള്ളി നല്ല വ്യക്തതയോടെ പറയുന്നുണ്ട്. വലിയ അലമ്പൊന്നും പറയില്ല, കൃത്യ കാര്യങ്ങൾ മാത്രം ഈസിയായിട്ട്. അപ്പൊ ഞാനൊക്കെ തന്നെ അത് അന്ന് അതാണ് ട്രൈ ചെയ്തത്. അപ്പൊ അതിനെ ഒന്നുകൂടി നമുക്ക് ഉണ്ടാക്കാം, ട്രൈ ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഏക്കറണൊക്കെ കേട്ടോ, നമുക്ക് അമ്പലത്തിൽ പോകാനുള്ള ഡ്രസ്സ് വേണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ശർക്കര 1 കപ്പ്, 1 കപ്പ് ശർക്കര ആദ്യം വെല്ലമാണ് ഇവിടെ കിട്ടുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിന് വെല്ലം കട്ടയാണ്, നേരത്തെ പൊടിച്ച് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് വെള്ളം, 1/4 ഗ്ലാസ് എന്നാണ് പറഞ്ഞേക്കുന്നത് പുള്ളി അതിനകത്ത് രീതിയിൽ. ഞാൻ കുറച്ചുകൂടി ചേർക്കാം കേട്ടോ. അതിന് മെൽറ്റായി വരണം. അപ്പത്തിൻ്റെ പൊടിയാട്ടോ, നല്ല വറുത്ത പൊടി. 1 കപ്പ്. അപ്പോൾ 1 കപ്പ് ശർക്കരയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പ് അരിപ്പൊടി. ഇത് അരി അരച്ചും ചിലവരൊക്കെ ഉണ്ടാക്കും, അതിലും ഈസിയാണ് ഇത്. നമുക്ക് അരിപ്പൊടി എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ അത് ചേർത്താൽ മതി. ഇതിന് 1 കപ്പ് തന്നെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടി ചേർക്കണം. എൻ്റെ കയ്യിൽ ഗോതമ്പ് പൊടിയാണ് കുറച്ചുകൂടി ഹെൽത്തിയല്ലോ. ഞാൻ ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ മറന്നുപോയി, 1/4 കപ്പാട്ടോ, 1/4 കപ്പ്. ഇത് അരിപ്പൊടി, ശർക്കര, പാളയംകുടം പഴം യൂസ് ചെയ്യാൻ. അത് ഈക്വൽ അരച്ചിട്ടുള്ള ഈക്വലാണ്. ഇത് 1/4 കപ്പ്. ഇത് പാളയംകുടം പഴം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണേ. പാളയംകുടം പഴം ഇല്ലെങ്കിൽ റോബസ്റ്റ പഴമാകാം. ചിലർ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് അരച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറച്ച് സോഡാപ്പൊടി, ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ട് നേരെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ അതൊന്നും ഹെൽത്തി അല്ല, ഈ സോഡാപ്പൊടിയൊക്കെ ശരീരത്തിന് കേടാൻ വെച്ചിരിക്കുക. ഇത് അരച്ചെടുക്കാം. ഇത് പഴം അരച്ചത് കേട്ടോ. ഇതും അരിപ്പൊടി എല്ലാം 1 കപ്പ്. പാളയംകുടം പഴം, കണ്ണൂരൊക്കെ പാളയംകുടം തന്നെയാണോ പറയുന്നത്? മൈസൂർ പഴം എന്നാ പറയുന്നത്. ഇത് നമ്മുടെ പുട്ടിന് നല്ല അടിപൊളി, പുട്ട് കഴിക്കാൻ നല്ല ചേർച്ചയുള്ള പഴം പാളയംകുടം. ഇതിപ്പോ ഇവിടെ നമുക്ക് ഒരു മലയാളി ഞാൻ വാങ്ങിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. ഇത് ചുമയൊക്കെ നല്ലതാണെന്ന് പറയാം, അമ്മ പറയാറുണ്ട്. തണുപ്പാണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു മലയാളി കടയുണ്ട്, അവര് കണ്ണൂരിൽ നിന്നാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അവര് ആഴ്ചയിൽ വെള്ളിയാഴ്ച കൊണ്ടുവരും, നമ്മളൊക്കെ പോയി വരും. ശർക്കര പാനി കേട്ടോ, നേരിയ ചൂടോടെ. ഇത് നല്ല ചൂടുണ്ട്, കുഴപ്പമില്ല. ഞാൻ ഇത്തിരി വെള്ളം അധികം ആക്കിയതാണ്. കട്ടില്ലാണ്ട് അരച്ചെടുക്കും. ഉണ്ടാവുമെന്നറിയില്ല, പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. ഇതിപ്പോൾ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ കോൺഫിഡൻസ് നമ്മളെ എത്തിക്കുമെന്നറിയില്ല. എന്താണെങ്കിലും അരിപ്പൊടിയല്ലേ, ആരോഗ്യത്തിന് നല്ലല്ലേ. ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ട്. 6 മണിക്കൂർ ശേഷമല്ലേ? 6 മണിക്കൂറായി, 10 മണിക്ക്. ഇനി ഇതില് തേങ്ങാക്കൊത്തൊക്കെ വറുത്തിടാം. നമ്മുടെ മാളൂര് തേങ്ങാക്കൊത്ത് വേണ്ട കഴിക്കാനായിട്ട്.
അത് മിക്ക പിള്ളേർക്കും അതെ അങ്ങനെ തന്നെയാണ്. അപ്പം അത് വേണ്ട. പകരം ഇത് ഏലക്ക ശരിക്കും കുരുവാന്ന് തോന്നുന്നു പൊടിക്കേണ്ടത്. ഞാനത് അങ്ങനെ തന്നെ പൊടിച്ചു. അങ്ങനെ തന്നെ ഇടാം ഒരു ഫ്ലേവർ വേണ്ടി. ചിലർ ജീരകം ഇടും കേട്ടോ. പിന്നെ എള്ളിടും. കറക്റ്റ് കേട്ടോ. ഞാൻ അസിസ്റ്റന്റ് ശിവന്റെ അസിസ്റ്റന്റ്. ദൈവമേ, ഞാൻ തന്നെ പഠിച്ചിട്ടില്ല. ശിവൻ അസിസ്റ്റന്റ് ആണ്. ഇത് ചൂടാവുമ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇത് നോൺ സ്റ്റിക്കാണ്. പുതിയ പാനാണ്. ആദ്യമായിട്ടാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത്. ഇത് കൊണ്ടുവന്നിട്ട് ഉള്ളിയപ്പോക്കെ എനിക്ക് ഭയങ്കര പാടല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇത്ര ഈസിയാണ് ഇപ്പോഴാണ് അറിയുന്നത്. അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കാണില്ലല്ലോ. ജോലി ഇങ്ങനെ ഒഴിക്കണ കണ്ടത്, അല്ലാണ്ട് ഇത് കലക്കണതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പം ഉണ്ടാകാറില്ല. കുറേ പാൻ ചൂടായിട്ടുണ്ട്. ഇതിങ്ങനെ ഫ്രൈ പാൻ പോലെ ആയതുകൊണ്ട് ഇതിൻ്റെ മുക്കാലാണ് എണ്ണ ഒഴിക്കണം. അത്ര ഫുള്ള് വേണ്ട. അമ്മയ്ക്കാക്കുമ്പോ ഫുൾ എണ്ണ നിറച്ചൊഴിക്കും. നോൺ സ്റ്റിക്ക് ആയിട്ട് ചൂടായെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എണ്ണ ചൂടായ ടെസ്റ്റ് ചെയ്യണം. കൈ നോക്ക് തമാലും ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന കൈയിട്ട് വയ്ക്കോ കുറച്ചൊക്കെ ഒഴിക്കാം. ഓക്കെ, ഇപ്പൊ പൊഴിക്കണം. നെക്സ്റ്റ് കഴിക്കാം. ഇങ്ങനെ നിറച്ച് ഒഴിക്കുന്നതാണ്.
ഹലോ. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഷീബയും മാളും തിരിച്ചു പോയിട്ടോ. അവർക്കും ഞാൻ പാഴ്സൽ കൊടുത്തു വിട്ടു. അന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ചിട്ടി. ധന്യയുടെ വീട്ടിലായിരുന്നു കേട്ടോ ഇത്തവണ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഹാജരായിരുന്നു കേട്ടോ. സാധാരണ ഇങ്ങനെ പ്രസൻറ്റ് ഉണ്ടാവില്ല ഇത്രയും ആൾക്കാർ. പക്ഷേ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരാൾ മമ്മിയും വേറെ മിനി ചേച്ചി മാത്രമേ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ധന്യ ഫാൽക്കൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് പഴംപൊരിയും കട്ട്ലേറ്റും ആയിരുന്നു. നല്ല സൂപ്പർ പഴംപൊരിയും കട്ട്ലേറ്റും ആയിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല. മറ്റേ കട്ട്ലേറ്റൊക്കെ ഒട്ടും ഓയിലിയൊന്നും അല്ലായിരുന്നു. കുട്ടികളൊക്കെ നല്ലോണം ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ സൊറപറയൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മുടെ ദൃശ്യ ഡോക്ടർ വന്നപ്പോൾ കുറച്ച് വൈകിപ്പോയി കേട്ടോ. എന്നാലും തിരക്ക് എന്തോ ഫോണിൽ തിരക്കൊക്കെയാണ് പുള്ളിക്കാരത്തിക്ക്. എന്നാലും ഭക്ഷണം സ്നാക്സ് കൈവിട്ടിട്ടില്ല. അത് കൈയോടെ കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും സ്നാക്സ് ഭയങ്കര ഇഷ്ടമായി. ധന്യ ബാക്കിയുണ്ടായത് നമുക്കൊക്കെ പാഴ്സലൊക്കെ തന്നു കേട്ടോ, വീട്ടിലുള്ളവർക്ക് കൊടുക്കാൻ. നമ്മുടെ പിള്ളേരൊക്കെ വലുതായതുകൊണ്ട് ചിട്ടിക്കുമല്ല, ചെറുതായിരുന്നപ്പോൾ അവരൊക്കെ വരുമായിരുന്നു. അങ്ങനെ അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം.